ബി ജെ പിക്കുള്ളിൽ ചില രാഷ്ട്രീയമായ പ്രതിസന്ധികളുണ്ടെങ്കിലും അതെല്ലാം പറഞ്ഞു തീർക്കാൻ കഴിയും എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഫണ്ടുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഉയർന്നു വരും, അത് വലിയ സംഘർഷത്തിന് വഴിവെക്കും എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ തന്നെയും ഒന്നും സംഭവിച്ചില്ല. കാരണം കഴിഞ്ഞ ഒരു മാസമായി ബി ജെ പിയിലെ ഫണ്ട് തട്ടിപ്പ്, അതായത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ബി ജെ പിക്ക് ലഭിച്ച ഫണ്ട് അത് പലതരത്തിൽ ചില ആളുകൾ പല രീതിയിൽ കൈക്കലാക്കി എന്നുള്ളത് വലിയ വാർത്തയായിരുന്നു. പക്ഷേ അതൊന്നും ഈ സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചയായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഇനി ഈ വിഷയം അല്ലെങ്കിൽ ഇത്തരത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വിഷയം ഉയരുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും എന്നുള്ള മുന്നറിയിപ്പും ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകി കഴിഞ്ഞു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പലതരത്തിലുള്ള അംഗീകാരങ്ങൾ കേരളത്തിൽ ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പ്രത്യേകിച്ചും നിയമസഭയിലേക്ക് 3 അംഗങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ നേട്ടങ്ങളായി പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ഫണ്ടുമായുള്ള വിഷയം മുന്നിലേക്ക് ഉയർത്തപ്പെടുന്നത്. പക്ഷേ ഫണ്ട് തട്ടിപ്പ് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. പലതരത്തിൽ പല രീതിയിലാണ് തട്ടിപ്പ് നടത്തിയെന്ന് ബി ജെ പിയിലെ ചില നേതാക്കന്മാർ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്ന കാര്യത്തിലായാലും, കൊടിതോരണങ്ങൾ കെട്ടുന്ന കാര്യത്തിലായാലും, പോസ്റ്ററുകൾ അച്ചടിക്കുന്ന കാര്യത്തിലായാലും, പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് പാതയോരങ്ങൾ അലങ്കരിക്കുന്ന കാര്യത്തിലായാലുമൊക്കെ ഫണ്ട് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. എന്നാൽ സംസ്ഥാന സമിതി യോഗത്തിൽ ചില ആളുകൾ ഈ വിഷയം ഉന്നയിച്ചു. ഈ വിവാദം കാരണം പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല എന്നും തലകുനിച്ച് നടക്കേണ്ട സ്ഥിതിയാണുള്ളതെന്നുമൊക്കെ ചില നേതാക്കന്മാർ പറഞ്ഞെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്: ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകും. ഏതെങ്കിലും തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ ആരെങ്കിലും നടത്തിയാൽ, പ്രത്യേകിച്ചും പാർട്ടിക്കകത്തുള്ളവർ നടത്തിക്കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും എന്നുള്ള മുന്നറിയിപ്പാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം ഇപ്പോൾ വലിയ ചർച്ചകളൊന്നും തന്നെയില്ല, പ്രത്യേകിച്ചും ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. അതിനു മുമ്പ് ചില ശബ്ദരേഖകൾ പുറത്തുവിടുന്നു, ചില കണക്കുകൾ പുറത്തുവിടുന്നു, ചില രസീതുകൾ പുറത്തുവിടുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടേയിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു വിഭാഗം ഒരു കാര്യത്തിലുള്ള കണക്കുകളും പുറത്തേക്ക് വിടുന്നില്ല, ഒരു ചർച്ചകൾക്കും വഴിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല. അപ്പോൾ ബി ജെ പിക്കകത്ത് ചെറിയ തരത്തിലുള്ള ഗ്രൂപ്പിസം ഉണ്ടോ എന്നൊരു സംശയം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ മനസ്സിൽ തന്നെ കടന്നുകൂടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞത്, ഇനി ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നീക്കം നടത്തിയാൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ തന്നെ പറയാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് കേന്ദ്ര കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്, അമിത്ഷായുടെ പിന്തുണയുണ്ട്. അങ്ങനെ തുടങ്ങുമ്പോൾ രാഷ്ട്രീയപരമായി കേന്ദ്രത്തിൻ്റെ എല്ലാ പിന്തുണയുമുള്ള ഒരു സംസ്ഥാന അധ്യക്ഷനാണ് കേരളത്തിലുള്ള രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം മുന്നോട്ട് വെച്ചത് 2029 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ഇനി തിരഞ്ഞെടുപ്പാണ് മുഖ്യ ലക്ഷ്യം. അത് മുന്നിൽ കണ്ട് പ്രവർത്തിക്കുക. 4 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിലെ 2 മണ്ഡലങ്ങൾ, തിരുവനന്തപുരവും ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലവും, പത്തനംതിട്ടയിലെ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലം, തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം, ഈ 4 ഇടങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നൽകിയിട്ടുള്ളത്. അത് ഒപ്പം തന്നെ അവിടെ ആരൊക്കെ മത്സരിക്കണം എന്ന കാര്യത്തിലും ഏകദേശ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും പാർലമെൻറ്റിലേക്കുള്ള സ്ഥാനാർത്ഥി. ആറ്റിങ്ങലിൽ മുൻ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനും, പത്തനംതിട്ടയിൽ അനൂപ് ആൻ്റണി, കാരണം തിരുവല്ല നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ അനൂപ് ആൻ്റണി 2ാം സ്ഥാനത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ
പാർലമെന്റിലേക്കും അനൂപ് ആന്റണിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് BJP ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ മത്സരിക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഈ 4 സ്ഥലങ്ങളിലേക്കും നിർദ്ദേശിക്കപ്പെട്ട ആളുകൾ അവരുടെ ജോലികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി പോകണം എന്ന നിർദ്ദേശവും നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ നിയമത്തുണ്ട്, മാത്രവുമല്ല തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹവുമുണ്ട്. അതുകൊണ്ട് ലക്ഷ്യമിനി പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് എന്നവർ പറയുന്നു. എങ്കിൽ തന്നെയും ചില ചെറിയ തരത്തിലുള്ള കല്ലുകടികൾ BJPക്കകത്ത് അവസാനിക്കുന്നില്ല. കാരണം നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തവരുണ്ട്. BJPയിൽ അർഹമായ പദവി കിട്ടിയില്ല എന്ന് നേരത്തെ തന്നെ പരാതി പറഞ്ഞു നടക്കുന്നവരുണ്ട്. ഇവരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നിന്ന് ചില പരാതികൾ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മുഖവിലക്കെടുക്കേണ്ട എന്ന നിലപാടിലാണ് BJP സംസ്ഥാന നേതൃത്വം. മറ്റ് ജില്ലകളിൽ പ്രത്യേകിച്ചും എറണാകുളം അതുപോലെ തന്നെ കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ചില പരീക്ഷണങ്ങൾ BJP നടത്തിയെങ്കിൽ തന്നെയും അതിന് കാര്യമായ പ്രയോജനം ഉണ്ടായില്ല എന്ന് കൃത്യമായി BJP സംസ്ഥാന നേതൃത്വത്തിന് അറിയാം. കാരണം ചില മതസംഘടനകളുടെ പിന്തുണ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അവിടെ നിന്നൊന്നും കാര്യമായ പിന്തുണ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രധാനപ്പെട്ട തിരുവനന്തപുരവും ആറ്റിങ്ങലും പത്തനംതിട്ടയും തൃശ്ശൂരും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിനിടയിലാണ് ചെറിയൊരു തലവേദനയായി തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നത്. എന്തായാലും ആ പ്രശ്നം ഇപ്പോൾ ഒന്ന് പരിഹരിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം തിരുവനന്തപുരം നഗരസഭയിൽ കൗൺസിലറായിരുന്ന ആർ സുഗതൻ്റെ അവധി നീട്ടിക്കിട്ടുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ചകൾ. എന്തായാലും ആ ചർച്ചകൾ അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന സമയത്താണ് കോൺഗ്രസ് വിമതനായ സുധീഷ്, പൗണ്ടുകടമ്പ് വാർഡിലെ കൗൺസിലർ സുധീഷ് സഹായിയായി എത്തുന്നതും BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതും. അതുകൊണ്ട് തന്നെ തൽക്കാലം തിരുവനന്തപുരം നഗരസഭയെ ചൊല്ലി BJPയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസമായി മാറുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP മുന്നോട്ട് പോകും എന്ന് പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചില കല്ലുകടികൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൂടി പരിഹരിച്ച് പോകാൻ BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ പരമാവധി ശ്രമിക്കുന്നുമുണ്ട്.